ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 4-4.5 വയസ്സുള്ള കുട്ടിക്ക് ഫ്രോക്ക് തയ്ക്കാനായിട്ട് അളവെടുക്കുന്ന രീതിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഞാനിവിടെ ഒരു സാധാരണ ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് അധികം തടിയില്ലാത്ത കുട്ടിയുടെ ഫ്രോക്കാണ്. തടിയുള്ള കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തണം. ഇത് ജസ്റ്റ് മെഷർമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യം ഈ ഫ്രോക്ക് ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നിങ്ങൾ ഫ്രോക്ക് തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണി ഇതുപോലെ 4ആയിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഞാനിത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഞാനിതിൽ തയ്ക്കുന്നൊന്നുമില്ല. ഇതുപോലെ 4ആയി മടക്കിയതിന് ശേഷം അളവിൻ്റെ ഫ്രോക്ക് എടുക്കുക. എന്നിട്ട് ഈ ഫ്രോക്കിൻ്റെ മുകളിലത്തെ പാർട്ടിൻ്റെ നീളം എത്രയുണ്ടെന്ന് നോക്കുക. ഇതിപ്പോൾ 10 ഇഞ്ചാണ് ഉള്ളത്. പ്ലസ് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. 1/2 ഇഞ്ച് താഴെ തയ്യൽ തുമ്പും 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പുമാണ് അത് നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്തെടുക്കാം. 11 ഇഞ്ച് തുണിയിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ കഴുത്താണ് മെഷർ ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഫ്രോക്ക് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഈ ഫ്രോക്കിൻ്റെ നീളം എത്രയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ 3.5 ഇഞ്ചാണ് ഉള്ളത്. പ്ലസ് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ തയ്ക്കുന്ന തുണിയിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്യുകയാണ്. 4 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇനി കഴുത്തിൻ്റെ വീതിയാണ് നോക്കേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് കഴുത്തിൻ്റെ വീതി എത്രയുണ്ടെന്ന് നോക്കുക. ഇതിപ്പോൾ 4.5 ഇഞ്ചാണ് ഉള്ളത്. ഇത് തടി കുറഞ്ഞ കുട്ടിയുടെയാണ്. തടി കൂടുതലുണ്ടെങ്കിൽ ഒരു 5-5.5 ഇഞ്ചൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ 4.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. 3.5യുടെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് റൗണ്ടായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് സ്ക്വയർ കഴുത്താണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് മടക്കി അടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 4.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് അതിൻ്റെ പകുതി എടുത്തിരിക്കുന്നത്. ഇത് തുന്നുമ്പോൾ ഒരു 1/4 ഇഞ്ച് പോവും. ഇനി നമ്മൾക്ക് ഷോൾഡർ എത്രയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ 2.25 ഇഞ്ചാണ് ഉള്ളത്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് എടുക്കുക. അപ്പോൾ 2.25 നമ്മളുടെ തുണിയിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കൈക്കുഴി എത്രയുണ്ടെന്ന് നോക്കാം. കൈ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് താഴേക്ക് എത്രയാണെന്ന് നോക്കാം. ഇതിപ്പോൾ 4 ഇഞ്ചാണ് ഉള്ളത്. നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ച് ഇതേപോലെ വരച്ചിട്ട് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5-1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇതിൽ കൂടിയാണ് കട്ടിങ് ചെയ്യേണ്ടത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആവും. ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് വേണ്ടത്. നിങ്ങൾക്ക് ഫ്രോക്ക് ഇതുപോലെ വെച്ചിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇത് 4ആയിട്ട് മടക്കിയിട്ട് എടുക്കുന്നതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതുപോലെ ഫ്രോക്ക് മടക്കി വെച്ചിട്ട് ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കാം. ഇതിപ്പോൾ 6.5 ഇഞ്ചാണ് ഉള്ളത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടണം. അപ്പോൾ 7.5 ഇഞ്ച് തുണിയിൽ മാർക്ക് ചെയ്യുക. 7.5 ഇഞ്ചാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ 1 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കൂടിയാണ് സ്റ്റിച്ച് ഇടേണ്ടത്. ഇനി ഇതിൻ്റെ ഷേപ്പ് എത്രയുണ്ടെന്ന് നോക്കാം.
ഈ കൈയുടെ അവിടെ വെച്ചിട്ട് താഴോട്ട് എത്രയാണെന്ന് നോക്കാം. ഇതിപ്പോൾ 3.5 ഇഞ്ചാണ് ഉള്ളത്. അതിവിടെ മാർക്ക് ചെയ്യുക. തടിയുള്ള കുട്ടിക്കാണെങ്കിൽ ചിലപ്പോൾ 3.5 ഉള്ളത് 4, 4.5 ഒക്കെ ആവാം. പിന്നെ ഒരു 6 ഇഞ്ച് വീതി അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 6 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി ഞൊറി വെക്കുന്ന ഭാഗത്തിൻ്റെതാണ് അളവെടുക്കാനുള്ളത്. അത് എത്രയാണ് വീതിയെന്ന് നോക്കാം. നടുവിൽ വെച്ചിട്ട് സൈഡിലേക്ക് ഒന്ന് നോക്കുക. ഇതിപ്പോൾ 7.5 ഇഞ്ചാണ് ഉള്ളത്. 7.5 അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് 1 ഇഞ്ചും കൂടി വേണം. എനിക്കിവിടെ 1 ഇഞ്ച് ഇല്ല, ഒരു 1/4 ഇഞ്ച് മാത്രമേ ഉള്ളൂ. ഞാനിത് തയ്ക്കുന്നില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ തയ്ക്കുമ്പോൾ 1 ഇഞ്ച് തന്നെ എടുക്കുക. എന്നിട്ട് അത് അതിലെ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുകളിലത്തെ പാർട്ട് മാർക്കിങ് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം മാർക്കിങ്ങിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം താഴെ കട്ട് ചെയ്യുക, എന്നിട്ട് സൈഡിൽ കൂടി കട്ട് ചെയ്ത് വരിക. ആദ്യത്തെ മാർക്കിങ്ങിലല്ല, രണ്ടാമത്തെ മാർക്കിങ്ങിലാണ് കട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ മാർക്കിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. കൈ കട്ട് ചെയ്തെടുക്കുക. കഴുത്തും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. മുകളിലത്തെ പാർട്ട് കട്ടിങ് കഴിഞ്ഞു. ഇനി താഴത്തെ പാർട്ടാണ് അളവെടുക്കാനുള്ളത്. ഞാൻ ഈ ഫ്രോക്ക് തയ്ച്ചിരിക്കുന്നത് 3 പാർട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അളവെടുക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒറ്റ പാർട്ടിൻ്റെതാണ്. ഇതിൻ്റെ ടോട്ടൽ നീളം 16.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് കൂട്ടണം, പ്ലസ് 1/2 ഇഞ്ച് താഴെ കൂട്ടണം. അപ്പോൾ 1 ഇഞ്ച് കൂട്ടണം. 16.5 പ്ലസ് 1 ഇഞ്ച് 17.5 എടുക്കുക. താഴത്തെ ഭാഗം 1/4 ഇഞ്ച് മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് 17.5, 1/2 ഇഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് ആണ് മടക്കി അടിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കണം. നിങ്ങൾ ഫ്രോക്ക് തയ്ക്കുമ്പോൾ തുണിയുടെ വീതി, താഴത്തെ തുണിയുടെ വീതി കൂടുതൽ എടുക്കുക. കൂടുതൽ ഞൊറി കിട്ടിയാൽ ഫ്രോക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിന് പ്രത്യേകിച്ച് ഞാനൊരു അളവ് പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.